ചേർത്തല പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യനും ഐഷയും തമ്മിൽ എന്തായിരുന്നു ബന്ധം? അവരെ കൊലപ്പെടുത്തിയ ശേഷം സെബാസ്റ്റ്യൻ മൃതദേഹം എവിടെ മറവ് ചെയ്തു? അന്വേഷണ സംഘത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമാണിത്. അവരുടെ സൗഹൃദങ്ങളെക്കുറിച്ച് അറിയാവുന്ന ചില സ്ത്രീകളുടെ മൊഴികളാണ് കേസിൽ നിർണായകം. പ്രതി സെബാസ്റ്റ്യനെ തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ ഐഷയുടെ സുഹൃത്തുക്കൾ പോലീസിനോട് എല്ലാം വിശദീകരിച്ചു. ഐഷയുടെ വാരനാട്ടെ വീട്ടിലും സെബാസ്റ്റ്യൻ്റെ മുൻ പെൺസുഹൃത്ത് റോസമ്മയുടെ വീട്ടിലുമായിരുന്നു തെളിവെടുപ്പ്. അയാൾ പറയുന്ന കാര്യങ്ങൾ പിന്നീട് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുന്നുണ്ട്. സാക്ഷികളെയും സെബാസ്റ്റ്യനെയും ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യത്തിന് ശേഷം സെബാസ്റ്റ്യനുമായ അന്വേഷണ സംഘം ആദ്യമെത്തിയത് ഐഷയുടെ വീട്ടിലാണ്. ഐഷയുടെ അടുത്ത സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ സെബാസ്റ്റ്യന് ആ വീടുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച് കൃത്യമായ വിവരം അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു. വലിയ പോലീസ് സന്നാഹമാണ് സെബാസ്റ്റ്യനൊപ്പം ഉണ്ടായിരുന്നത്. ചേർത്തല SHO ലൈസാദ് മുഹമ്മദിനോട് സെബാസ്റ്റ്യൻ അവിടെ വന്നു പോകാറുള്ളതിനെക്കുറിച്ച് വിവരിച്ചു. റോസമ്മയുടെ വീട്ടിലെ നിത്യസന്ദർശകനായിരുന്നു പ്രതി എന്നതിനെക്കുറിച്ച് തൊട്ടടുത്ത വീട്ടിലെ റിട്ടയർഡ് അധ്യാപിക എലിസബത്ത് ജേക്കബും പോലീസിനോട് പറഞ്ഞു. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന തന്നെയും സ്ഥലം വിൽപ്പനയുടെ പേരിൽ സെബാസ്റ്റ്യൻ സമീപിച്ചിരുന്നതായി അവർ വ്യക്തമാക്കി. പിന്നീട് മുൻ പെൺസുഹൃത്തായ റോസമ്മയുടെ വീട്ടിലേക്ക് സെബാസ്റ്റ്യൻ, ഐഷ എന്നിവരുടെ കൂടിക്കാഴ്ചകളെ സംബന്ധിച്ച് റോസമ്മ പോലീസിനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന ചോദ്യം ചെയ്യലിൽ സെബാസ്റ്റ്യന്റെ ഭാര്യയെയും മകനെയും അടക്കം അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയിരുന്നു. ഐഷയുടെ അടുത്ത സുഹൃത്തുക്കളായ സ്ത്രീകൾ സെബാസ്റ്റ്യന് മുന്നിൽ ചോദ്യങ്ങൾ ഉയർത്തി. മുൻ ചോദ്യം ചെയ്യലുകളിൽ നിന്ന് വ്യത്യസ്തമായി വികാരാധീനനായാണ് സെബാസ്റ്റ്യൻ ഇപ്പോൾ ഉള്ളത്. പക്ഷേ അയാൾ പറഞ്ഞതും സമ്മതിച്ചതുമായ കാര്യങ്ങൾ പിന്നീട് മാറ്റിക്കൊണ്ടേയിരിക്കുന്നത് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നുണ്ട്. News 18 ആലപ്പുഴ.